ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി മാറിയ നമ്മുടെ ഡാൽഗോന കോഫിയുമായിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം ചെയ്യുന്നത് കോഫി ക്രീം ഉണ്ടാക്കുന്നതാണ്. അതിനായി ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റാൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൂവിന് പകരം വേണമെങ്കിൽ നെസ്കഫേയുടെ ഇൻസ്റ്റാൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യാം. ആദ്യമായിട്ട് ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റാൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് 2 ഗ്ലാസ് ഡാൽഗോന കോഫിയുടേതാണ്. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നന്നായിട്ട് ചൂടാക്കി വെച്ച കുറച്ച് വെള്ളമാണ്. അത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിനെ നന്നായിട്ടൊരു ഫ്രഷ് ക്രീമാക്കി മാറ്റണം. അതിന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ബീറ്ററാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഈ ഇലക്ട്രിക് ബീറ്ററിൽ തന്നെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും. വളരെ സ്ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് പിന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ 4-5 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഒരു ക്രീമി രൂപത്തിലായി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പിന്നെ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെന്ന് കരുതി നിങ്ങൾ ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. യൂട്യൂബിൽ തന്നെ ഒരുപാട് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ ഈ ബ്രൗൺ കളറൊക്കെ മാറി നല്ല വൈറ്റിഷ് കളറായി വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിന് നമുക്ക് വേണ്ടത്. നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത 2 ഗ്ലാസ് പാലാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തണുത്ത പാലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പാല് കൂടി ആഡ് ചെയ്ത് നമ്മുടെ റെഡിയാക്കി വെച്ച ക്രീമും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഡാൽഗോണ കോഫി ഇവിടെ റെഡിയായി. ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുള്ള നമ്മുടെ ഡാൽഗോണ കോഫി ഇവിടെ റെഡിയായി. സ്വാദിഷ്ടമായ ഡാൽഗോണ കോഫി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ ഗൈസ്, ടേക്ക് കെയർ.